അവരാണ് വിജയിച്ചവരെന്ന് ഖുർആനിൽ പറഞ്ഞവർക്ക് മറുപടിയാണ് അത് പോരാ, മൗലിദ് ഓതണം. അത് എവിടുന്ന കിട്ടിയത്? രണ്ടാമത്തെ വിശേഷണം അല്ല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യണം, എങ്കിലേ വിജയിക്കുന്നവരാവൂ. ഇവിടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ അടക്കം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം അസ്റൂഹു എന്നതിന്റെ അർത്ഥം ഐ വഖറൂഹു വഅല്ലമൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ്ഖി ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വമിൻ തഅളീമിഹി, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നബി തങ്ങളെ ആദരിക്കുന്നവരാണ് വിജയികൾ. എന്നാൽ ആ ആദരിക്കുന്നതിന്റെ ഭാഗത്തിൽ പെട്ടതാണ് അമലുൽ മൗലിദി, മൗലിദ് കഴിക്കൽ. മൗലിദ് കഴിക്കാന്ന് പറയുമ്പോ ചില ആളുകൾ കളിയാക്കും, ഇവർക്കൊക്കെ തിന്നലാണ് പരിപാടി, മൗലിദ് കഴിക്കുക, ആണ്ട് കഴിക്കാം. അപ്പൊ ഇവരുടെ മക്കളെ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെയാണോ പറയുന്നത് അതേ അർത്ഥത്തിനാണ് മൗലിദ് കഴിക്കുക, അമലുൽ മൗലിദി. ഈ ആയത്ത് വിശദീകരിച്ച് മഹാനവറുകൾ പറയാൻ. എന്നിട്ട് മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉദ്ധരിച്ച ആ ഇബാറത്ത് മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, കാലഘട്ടത്തിന്റെ മുജദ്ദിദ് എന്ന് ഈ മൗലിദ് ഓതൽ ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളുടെ പുസ്തകങ്ങളിൽ വരെ എഴുതി വെച്ച ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, യുസ്തഹബ്ബു ലനാ, അതുകൊണ്ട് നമുക്ക് പുണ്യമുള്ള, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇൽഹാറുൽ മൗലിദി ഇൽഹാറുൽ ശുക്രി ലിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് ഏറ്റവും വലിയ നിഅമത്തായി അല്ലാഹു തന്നതിന് അതിന് ശുക്ർ ചെയ്ത് സന്തോഷിക്കുക എന്നത് അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാതെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. കേവലം ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട്, ഇത്തിബാഅ് ചെയ്തതുകൊണ്ട് അതാണ് മഹബത്ത് എന്ന് മനസ്സിലാക്കിയവർക്ക് അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ് സൂറത്തുൽ അറാഫിന്റെ 157 നമ്പർ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നബി തങ്ങളെ ആദരിക്കുന്നതിന്റെ, ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയ വിളംബര റാലി. മുത്തുനബിയുടെ മദ്ഹുകളും അവിടത്തെ കീർത്തനങ്ങളും അവിടത്തെ അവദാനങ്ങളും ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ പറയുമ്പോഴാണ് മഹബത്തിന്റെ അടയാളങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വലാനി റളിയല്ലാഹു അൻഹു മഹബത്തിന്റെ സ്നേഹമുള്ളവർക്കുണ്ടാകുന്ന 12 അടയാളങ്ങളിൽ പറഞ്ഞ ഒരു അടയാളം കസറത്തു ദിക്രിൽ മുഹിബ്ബ്, കസറത്തു ദിക്ർ, ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് സ്നേഹത്തിന്റെ അടയാളം. മുത്തുനബിയോട് സ്നേഹമുണ്ടോ? പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മുത്തുനബിയോട് ബഹുമാനമുണ്ടോ? അവിടുത്തെ മദ്ഹ് പാടില്ല എന്ന് പറയാൻ കഴിയില്ല. മുത്തുനബിയോട് സ്നേഹമുണ്ടോ? പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരൊറ്റ ഹദീസ് ബറക്കത്തിന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി തങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ജീവിതം എങ്ങനെയാണ്? ഒരൊറ്റ മറുപടിയാണ്, കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുർആൻ പോലെയാണ്. എന്താണ് അതിന്റെ ഒരർത്ഥം? ഖുല്ലു കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. പരിശുദ്ധ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ ആശയങ്ങളെ ഒരാൾ എഴുതി തീർക്കാൻ തീരുമാനിച്ചാൽ ലോകത്തുള്ള സർവ്വ സമുദ്രങ്ങളും മഷിയാക്കി സർവ്വ മരങ്ങളും പേനകളാക്കി എഴുതാൻ തീരുമാനിച്ചാലും ലനഫിദൽ ബഹറു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, ആ ആശയം തീരുന്നതിന് മുമ്പ് ആ മഷികളൊക്കെ തീർന്നുപോയി. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ, ഇനിയും എത്രയോ